ഹായ് ഓൾ. PSC പോലെയുള്ള ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സബ്ജക്റ്റുകളിൽ അറിവ് വേണ്ടി വരും. പക്ഷേ പലർക്കും പല സബ്ജക്റ്റുകളോടായിരിക്കും ഇഷ്ടം. ചില സബ്ജക്റ്റുകൾ ചിലർക്ക് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ചില ആളുകൾക്ക് മാത്സ് ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷേ സയൻസ് ഈസി ആയിരിക്കും. ചിലർക്ക് സയൻസ് ആയിരിക്കും എത്ര പഠിച്ചാലും മനസ്സിൽ കയറാത്തത്. ചിലർക്ക് ഇംഗ്ലീഷിനോട് ആ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഡിഫിക്കൽട്ട് തോന്നിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ജനറൽ പാർട്ടാണ്. ജനറൽ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നവോത്ഥാനം, അതുപോലെ തന്നെ ഭരണഘടന, അതേപോലെ ഹിസ്റ്ററി, അങ്ങനെയുള്ള ഏരിയകൾ, സാമ്പത്തിക ശാസ്ത്രം, അങ്ങനെയുള്ള റിലേറ്റഡ് ടോപ്പിക്സ്, പിന്നെ ഏറ്റവും കൂടുതൽ കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന ഒരു സംഗതി. എന്നെ ഏറ്റവും കൂടുതൽ എക്സാം വരുമ്പോൾ കുഴപ്പിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഒന്നും കൃത്യമായിട്ട് നോക്കിയില്ല എങ്കിൽ കൂടി എനിക്ക് മാത്സ് കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് സ്കോർ ചെയ്യാൻ കഴിയും, മലയാളവും എനിക്ക് സ്കോർ ചെയ്യാൻ കഴിയും, സയൻസും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ അറിയാത്തതും അതുപോലെ തന്നെ സ്കോറിൽ ഒരു നെഗറ്റീവ്സ് കാരണം സ്കോർ വളരെയധികം കുറയുകയും ചെയ്യുന്നത് ഞാൻ ഈ ഒരു ജനറൽ പാർട്ട്, ഈ ഭരണഘടന, അതുപോലെ തന്നെ നവോത്ഥാനം, സോഷ്യൽ വെൽഫെയർ സ്കീംസ്, അങ്ങനെയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ ഞാൻ ഈ സയൻസിനും മലയാളത്തിനും മാത്സിനും ഒക്കെ വാങ്ങിച്ച മാർക്ക് തന്നെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് എന്ത് ചെയ്യും, എനിക്കിതിലൂടെ അങ്ങ് പോയി കിട്ടാറുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ ഒരു ജനറൽ പാർട്ടിനോട് എനിക്കത്ര ഒരു താല്പര്യമില്ല, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ബാക്കി ഞാൻ ഈ പറഞ്ഞ സയൻസ് ആവട്ടെ, മാത്സ് ആവട്ടെ, ഇംഗ്ലീഷ്, മലയാളം, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പഠിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ കറണ്ട് അഫെയർസും ഒക്കെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. ഈ ഒരു റിനൈസൻസ്, ഭരണഘടനയൊക്കെ, അതിനോടൊക്കെയുള്ള ഒരു താല്പര്യം എനിക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് മടിക്കുകയും ചെയ്യും. എനിക്ക് കൃത്യമായിട്ടത് പഠിച്ച് റെഡിയാക്കിയെടുക്കാനും പറ്റില്ല. അപ്പോൾ എനിക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു, എനിക്കിതൊന്നും പറ്റത്തില്ല, അയ്യോ എന്നെക്കൊണ്ടിത് കഴിയില്ല, ഇതൊന്നും പഠിക്കാൻ എനിക്ക് പറ്റത്തേ ഇല്ല, എനിക്ക് വർഷങ്ങൾ ഞാൻ ഓർത്തിരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് തന്നെ ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു 2 എക്സാം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ജനറൽ പാർട്ട് ഇത് നമുക്ക് നല്ലൊരു സ്കോർ കിട്ടണമെങ്കിൽ ഇത്തരം സബ്ജക്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എന്തായാലും പഠിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനത് കുറേശ്ശെ പഠിക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് കുറവായത് കാരണവും, അതുപോലെ തന്നെ ആ ഒരു ഇതുവരയ്ക്കും ഞാനത് നോക്കാതെ പെട്ടെന്നൊരു തുടക്കം ആയതുകൊണ്ട് തന്നെ എനിക്കിത് കുറച്ച് കടുകട്ടിയായിട്ടൊക്കെ തോന്നി ആദ്യം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത്. പക്ഷേ രണ്ടാമത് വീണ്ടും ചെയ്തപ്പോൾ ഇനി കുറച്ചുകൂടെ ഇത് വലിയ കുഴപ്പമില്ല, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പഠിച്ചാൽ പറ്റും എന്ന് അങ്ങനൊരു തോന്നലുണ്ടായി. എൻ്റെ സുഹൃത്തുക്കൾ, അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഒരു ജനറൽ പാർട്ടി, ഭരണഘടനയും ഈ റിനൈസൻസും ഒന്നും എനിക്ക് ഒരു തരത്തിൽ എനിക്ക് എൻ്റെ തലയിലോട്ട് കയറുന്നില്ല. പക്ഷേ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഫിക്സഡ് മാർക്കാണ്, ഇതൊക്കെ ആ ഒരു ഏരിയ നന്നായിട്ട് കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് ഷുവറാണ് എന്നവർ നേരെ എന്നിൽ നിന്നും വിപരീതമായിട്ടുള്ളൊരു അഭിപ്രായം അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു 3rd സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഇനിയൊരു പ്രിപ്പറേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ഈ കറണ്ട് അഫെയർസിനെയോ ഈ ഭരണഘടനയോ ഒന്നും, നവോത്ഥാനത്തെയോ ഒന്നും എനിക്ക് അത് പഠിക്കാൻ പറ്റുന്നില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് കുറവാണെന്നോ പറഞ്ഞ് എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. സോ എനിക്കത് നന്നായിട്ട് പഠിക്കണം. അതിൽ തന്നെ ഈ കറണ്ട് അഫെയർസാണ് എനിക്ക് വലിയ പ്രശ്നമുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കറണ്ട് അഫെയർസ് എഴുതി തുടങ്ങാൻ വേണ്ടി, അതെന്തായാലും എനിക്ക് പഠിക്കണമല്ലോ, അത് എഴുതി തുടങ്ങാൻ വേണ്ടി ഞാൻ വേറൊരു രീതിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നാളായി ഇങ്ങനത്തെ ഒരു രീതിയിലോട്ട് മാറണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് തുടങ്ങിയിട്ട്. അങ്ങനെ ഇതിന് മുൻപും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറുതെ ഒരു ബുക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ കറണ്ട് അഫെയർസ് ഇങ്ങനെ കുറച്ച് നാളേക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന ടെലിഗ്രാം ചാനലുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളിലോ ഒക്കെ കിട്ടുന്ന കറണ്ട് അഫെയർസ് ഇങ്ങനെ എഴുതി വെക്കുക. ഇടയ്ക്ക് വായിച്ചു നോക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് കൺസിസ്റ്റൻ്റായിട്ട് കീപ്പൊന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എഴുതാൻ പോകുന്നത് അങ്ങനെയല്ല, ഓരോന്നിനെയും ഓരോ ലേബലായിട്ടാണ് ഞാനിനി ചെയ്യാൻ പോകുന്നത്.
ഒരു പക്ഷേ എന്നെ പോലെ നിങ്ങൾക്കൊരു കറണ്ട് അഫയേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു രീതി സ്വീകരിക്കാവുന്നതാണ്. കാരണം ഞാൻ ഒരു സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഈസിനെസ് ഫീൽ ചെയ്തു, ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പം ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം എൻ്റെ ഒരു തേർഡ് പ്രിപ്പറേഷനിൽ കറക്റ്റായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രീതി എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഒരു നോട്ടീസ് പേപ്പർ ബുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ എടുത്തിട്ട് ഞാൻ അതിനെ ഓരോ പേജുകളായിട്ട് ഇങ്ങനെ തിരിക്കും. അതായത് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് എഴുതുക. അപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് അതിന് വേണ്ടി ഒരു 2 പേജ് നമ്പർ ചെയ്യണം, പേപ്പറല്ല, നമ്മൾ പേജസ് നമ്പർ ചെയ്തതിന് ശേഷം അപ്പോയിൻമെൻറ്റ്സിന് വേണ്ടി ഒരു 2-3 പേജ്, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. പിന്നെ പൊസിഷൻസ്, റെക്കോർഡ്സ്, അതിനുവേണ്ടി ഒരു 2-3 പേജ്. ദെൻ സ്കീംസ്, പ്രോഗ്രാമുകൾ, അതെഴുതാൻ മറ്റു കുറച്ച് പേജുകൾ. ദെൻ പ്രോജക്റ്റ്, ഓപ്പറേഷൻസ്, പിന്നെ അതുകൂടാതെ ലോ അമെൻമെൻറ്റ്സ്, ഡിസ്കവറീസും ഇന്നോവേഷൻസും ഒക്കെ വരുമല്ലോ. വേണമെങ്കിൽ സയൻസ് റിലേറ്റഡ് ഡിസ്കവറീസ് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അവയുടെ തീംസ്, അതെഴുതാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു സ്ഥലം നമ്മൾ നീക്കി വെക്കണം. ദെൻ അവാർഡ്സ്, വിക്ടറീസ്. അതുകൂടാതെ നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ഫസ്റ്റ് ഇൻ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാവുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത്, വേൾഡിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടത്, അങ്ങനെയൊക്കെ ഫസ്റ്റ് ഇൻ കേരള, ഇന്ത്യ, വേൾഡ്, അങ്ങനെ കാറ്റഗറി തിരിച്ചിട്ട് അങ്ങനെ എഴുതുക. പിന്നെ കൂടാതെ ഈ ഒരു കാറ്റഗറിയിലൊന്നും പെടാതെ കുറച്ച് കറണ്ട് അഫയേഴ്സ് വരാറുണ്ട്. ഇതിലൊന്നും വരാതെ അതിനെ ജനറൽ എന്നോ അല്ലെങ്കിൽ മിസ്സലേനിയസ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് എഴുതുക. പിന്നെ ഞാൻ കൊടുക്കുന്ന ഒരു പേജ് എന്ന് പറയുന്നത് അത് കറൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിനും ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസിനും വേണ്ടിയാണ്. അതായത് PSC, അതായത് അടുത്ത പരീക്ഷകളിൽ നമ്മൾ എഴുതാത്ത തന്നെ വേറെ പരീക്ഷകൾ കാണുമല്ലോ, നമ്മൾ എഴുതുന്നതും എഴുതാത്തതുമായിട്ടുള്ള പരീക്ഷകളിൽ PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ, പിന്നീട് FAQ, ഫ്രീക്വൻ്റ്ലി ആസ്കിങ്, ഇടയ്ക്കിടെ ഇങ്ങനെ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ദെൻ റിപ്പീറ്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി പ്രത്യേക ഒരു സ്ഥലം മാറ്റിവെക്കുക. ഇങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടാണ് ഞാൻ ഇനി മുതൽ CA എഴുതാൻ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് കുറച്ചങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ അനൗൺസ്മെൻറ്റ്, ഈവൻറ്റ്സ്, ദെൻ ഡേയ്സ്, അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ചെറിയൊരു 4-5 കാറ്റഗറി വെച്ചിട്ട് മാത്രമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യമാണ് ഞാനിത് വളരെ ഡെവലപ്ഡ് ആയിട്ടും ഇലാബറേറ്റ് ആയിട്ടും ഒക്കെ എഴുതാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രാധാന്യമുള്ളവയെ കണ്ടുപിടിക്കാനും ഒക്കെ പറ്റുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അതുപോലെ നമുക്ക് പഠിക്കാനും കുറച്ചുകൂടെ ഒരു, വെറുതെ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തതുപോലെ ഒരു ബുക്ക് എടുക്കുക, ഉള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം ഡേ ബൈ ഡേ എഴുതി വെക്കുക, അതിരുന്ന് പഠിക്കാതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി അല്ല, നല്ല ഈസി ആയിട്ടും മനസ്സിൽ നിൽക്കുന്നത് പോലും തോന്നിയൊരു രീതിയാണിത്. ഞാൻ ഈ ഒരു രീതിയിലാണ് ഇനി അങ്ങോട്ടും ഞാൻ എഴുതാൻ പോകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ സെക്ഷൻ വൈസ് തിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ഇൻഡെക്സ് എഴുതേണ്ടി വരും. ഇൻഡെക്സിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ്സ്, നമ്മൾ ഏതൊക്കെ സെക്ഷൻസ് ആണോ, ഏതൊക്കെ കാറ്റഗറി ആയിട്ടാണോ നമ്മൾ തിരിച്ചേക്കുന്നത്, അത് നമ്മൾ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ട് നമ്മൾ കൊടുത്ത പേജ് നമ്പറിൻ്റെ അനുസരിച്ച് അതിൻ്റെ പേജ് നമ്പേഴ്സും ഇത്ര മുതൽ ഇത്ര വരെ, ഇപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് ഞാൻ 1 മുതൽ 5 വരെയുള്ള പേജുകളാണ് അപ്പോയിൻമെൻറ്റുകൾ എഴുതാൻ എടുത്തിരിക്കുന്നതെങ്കിൽ ഞാൻ ഇൻഡെക്സിൽ അത് 1 to 5 പേജസ് നമ്മൾ ഇൻഡെക്സ് ചെയ്തിരിക്കണം. കാരണം ഇൻഡെക്സിൽ അത് എഴുതി വെച്ചാൽ മാത്രമേ നമുക്കിപ്പോൾ ഒരു ടെലിഗ്രാം ചാനലിൽ നമുക്കൊരു PDF കിട്ടുകയാണ്, ഒരു വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ. ആ ഒരു കറണ്ട് അഫയേഴ്സ് എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഓരോന്നിനെയും സെക്ഷൻ തിരിച്ച് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ പേജ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഡെക്സ് എഴുതണമെന്ന് പറഞ്ഞത്. ഇൻഡെക്സ് എഴുതിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും പേജ് മറിച്ച് കുറേ കൂടി സമയം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കളർ കോഡ്സ് യൂസ് ചെയ്യാം. പല കളേഴ്സ് എടുത്ത് നമ്മൾ പേജ് തിരിക്കാൻ വേണ്ടി ബുക്ക് മാർക്ക് വെക്കുന്നത് പോലെ പല കളേഴ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ കാറ്റഗറിയും തീരുന്നതിൻ്റെ അവസാനവും തുടക്കത്തിലോ ഒക്കെ ഇതിനൊക്കെയുള്ള ഡിഫറെൻറ്റ് കളേഴ്സ്, ഓരോന്നിനും ഡിഫറെൻറ്റ് കളേഴ്സ് അസൈൻ ചെയ്തിട്ട് അങ്ങനെ കളേഴ്സ് നമ്മുടെ ബുക്കിൽ നിന്ന് വിസിബിൾ ആവുന്ന രീതിയിൽ വച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ബ്ലൂ കളർ അപ്പോയിൻമെൻറ്റ് തീരുന്നിടത്തും അവസാനിക്കുന്നിടത്തും നമുക്കൊരു ബ്ലൂ കളർ ആയിട്ടുള്ളൊരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേപ്പറോ ഒട്ടിച്ച് വെക്കുക. അത് നമുക്ക് ബുക്കിന് വെളിയിൽ നിന്ന് കാണാൻ പറ്റണം. അപ്പോൾ നമുക്കൊരു CA കാണുമ്പോൾ തന്നെ, അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു CA കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ബ്ലൂവിൻ്റെ ഇടയിലാണ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ
പെട്ടെന്ന് നമുക്ക് ആ ഒരു പേജ് എടുത്തിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ ഇൻഡെക്സിങ്ങും ഈ ഒരു കളർ കോഡിങ് കൊടുക്കലും നമുക്ക് പെട്ടെന്ന് പേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പേജ് മറിക്കണം, ഓരോ കറണ്ട് അഫയേഴ്സ് എടുക്കുക. ഇത് അപ്പോയിൻമെൻറ്റിൽ വരുന്നതാണ്, സോ നമ്മൾ അപ്പോയിൻമെൻറ്റ് നോക്കി പോകണം. ഇപ്പോൾ പ്രൊജക്റ്റ്, പുതിയൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്നു, ആ പ്രൊജക്റ്റിൻ്റെ പേജിലോട്ട് പോകണം. അങ്ങനൊരു ബുദ്ധിമുട്ടും സമയനഷ്ടവും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഇൻഡെക്സോ അല്ലെങ്കിൽ കളർ കോഡിങ്ങോ അതും അല്ലെങ്കിൽ രണ്ടും ചെയ്യുക. പിന്നെ തുടക്കത്തിൽ ഇതൊരു മെനക്കെട്ട പണിയായിട്ട് തോന്നും. വെറുതെ ഒരു പേജ് ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും ഇതെടുത്ത് എഴുതി വെച്ച് പിന്നീട് തരംതിരിച്ച് വെച്ചിട്ട് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സമയം കൊല്ലുന്നതായിട്ട് തോന്നും. പക്ഷേ ഈ തുടക്കത്തിലുള്ള ഒരു ടൈം കൺസ്യൂമിങ് മാത്രമേ ഇതിനുള്ളൂ. പിന്നീട് നമുക്ക് വേഗത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. അത് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമുക്ക് പിന്നീട് പെട്ടെന്ന് ആ തുടക്കത്തിൽ നമുക്കൊരു ലാഗ് വരും. അതായത് ഇത് ഇന്നതിലോട്ട് കണ്ടുപിടിച്ച് എഴുതാനൊക്കെ പിന്നീട് നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആവും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നോട്ട്സ് ഇങ്ങനെ CA എഴുതി പഠിക്കുന്നവർക്ക്, ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു ബുക്ക് കീപ്പ് ചെയ്തുകൊണ്ടും ഇങ്ങനെ ചെയ്തതുകൊണ്ടും ഉപയോഗമുള്ളൂ. ചിലരാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ വെച്ചിട്ട് തന്നെ അല്ലാതെ പഠിക്കുന്നവരായിരിക്കും, കണ്ട് അങ്ങനെ പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു മെത്തേഡ് ഉപകാരപ്പെടണമെന്ന് ഇല്ല. എനിവേയ്സ്, ഇങ്ങനെ നിങ്ങൾ എഴുതി പഠിക്കുന്നവരാണെങ്കിൽ, എന്നെ പോലെ കറണ്ട് അഫയേഴ്സ് നിങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എനിക്ക് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.